guys, it's me Anu and welcome to Cozy Kunyu Son's YouTube channel. ഇന്നത്തെ വ്ലോഗിൽ കളർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു യൂസ്ഫുൾ കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ. യൂഷ്വലി ഞാൻ 2 ടൈപ്പ് ഓഫ് കളേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴുള്ള ഡിഫറൻസും ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, വിത്ത് ബ്ലോണ്ട് ആൻഡ് വിത്തൗട്ട് ബ്ലോണ്ട്. സോ നിങ്ങൾ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഫസ്റ്റ് തന്നെ നമുക്കൊരു കളറിങ് ക്രീം ഇതിനകത്തുണ്ട്. അതുപോലെ സ്ട്രീക്സിൻ്റെ തന്നെ നമുക്ക് കണ്ടീഷണർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് കണ്ടീഷണർ ഉണ്ട് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഡെവലപ്പർ പോലൊരു കൈൻഡ് ഓഫ് കാര്യം കൂടി തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം 90 രൂപ ആ ഒരു വില വരുന്നതായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ബ്ലോണ്ടും കൂടി ഉള്ളതാണ് വാങ്ങിക്കാൻ പോയത്. പക്ഷേ ആ കടയിലെ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇതിട്ടാൽ മതി, സെറ്റാകും എന്നുള്ള കാര്യം. ഇത് ജസ്റ്റ് ഹെയറിൽ സ്ട്രാൻഡ്സിൽ ഹൈലൈറ്റ് ചെയ്യാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ഹെയർ കളർ ചെയ്ത ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ നമ്മൾ കളർ ചെയ്ത ശേഷം ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലൗസും കൂടിയിട്ട് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കളറൻറ്റും അതുപോലെ തന്നെ ഈ വന്നിട്ടൊരു ഡെവലപ്പറും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നന്നായിട്ടത് മിക്സ് ആയി കഴിയുമ്പം ഏകദേശം ഒരു ഗ്രേപ്പ് കളർ ഓഫ് വരും. ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ ആ ഒരു കൈൻഡ് ഓഫ് കളറായിരുന്നു കേട്ടോ, ഒരു മെറൂൺ ടച്ചിൽ വരുന്നത്. തലേദിവസം തന്നെ ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി ഒന്ന് ജസ്റ്റ് എണ്ണമയമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം രാത്രിയിലായിരുന്നു ഇത് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ കോളേജിലെ ഫെയർവെൽ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഞാൻ സ്റ്റാർട്ടിൽ ഇൻട്രോ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അമ്മയാണെന്നോ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് സ്ട്രാൻഡ്സ് ആയിട്ട് മുടി എടുത്തിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫുൾ കൈൻഡ് ഓഫ് വേണ്ട, കാരണം ഏകദേശം ഒരു റെഡ് കളറായിരുന്നു നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മൈൽഡ് വാട്ടറിൽ നമ്മൾ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ കണ്ടീഷണറൂടെ അപ്ലൈ ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വന്നിട്ട് പിറ്റേ ദിവസം ഹെയർ ഡ്രൈ ആയതിനു ശേഷമുള്ളതാണ് കേട്ടോ. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, കാരണം അവിടെ ഇവിടെയും ജസ്റ്റ് ഒരു വെയിലത്തിട്ട് വരുമ്പോൾ ഒരു ഷെയ്ഡ് ഇപ്പോൾ തോന്നിക്കും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഫംഗ്ഷന് തൊട്ട് മുൻപായിട്ട് വേഗം തന്നെ രാവിലെ എണീറ്റിട്ട് ഒന്നുകൂടി പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലോണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്ട്രീക്സിൻ്റെ ഹെയർ ഹൈലൈറ്റിംഗ് കിറ്റ് ആയിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് ക്യാപ്പിച്ചിനോ ബ്രൗൺ ആണ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നോക്കിപ്പോയി വാങ്ങിയതാണ്, ബിക്കോസ് ഇതിനായിരുന്നു കുറേ റിവ്യൂസൊക്കെ യൂട്യൂബിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും മറ്റേതിനും കളർ വരും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് നമുക്ക് ബ്ലോണ്ട്, അതുപോലെ കളറൻറ്റ്, പിന്നെ 2 കൈൻഡ് ഓഫ് ഡെവലപ്പർ, ബ്രഷ്, പിന്നെ കളേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഉള്ളതും, പിന്നെ നമുക്കൊരു ഗ്ലൗസ്, അതുപോലെ തന്നെ നമ്മുടെ കണ്ടീഷണറും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പാക്കൊക്കെ ഈ ഒരു റേറ്റിൽ വരുമ്പം അലുമിനിയം ഫോയിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു പാക്കിൽ ഞാൻ അത്യാവശ്യം അലുമിനിയം ഫോയിൽ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിക്കാനും പോയില്ല കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ബ്ലോണ്ട് പ്ലസ് ഡെവലപ്പർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. കാരണം ഈ പറഞ്ഞ ബ്ലോണ്ട് നമ്മുടെ ഹെയറിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ബ്ലോണ്ട് ആയിട്ടുള്ള ആ സ്ട്രാൻഡ്സിൽ ഈ കളറ് പിടിക്കത്തുള്ളൂ. ആ ഒരു കാര്യം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെ ചെയ്തതിൻ്റെ ഏകദേശം അവിടെ ഇവിടെയൊക്കെ ഒരു നിഴൽ പോലെ കാണാമെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പ്യുവർ ബ്ലാക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി നാൾ ഈ പ്യുവർ ബ്ലാക്കിൽ നടന്ന് മടുത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതാണ് ജസ്റ്റ് ഒന്ന് ഒരു ചേഞ്ച് ആവാം എന്ന്. അതും ഫെയർവെല്ലിനും കൂടിയിട്ടാകുമ്പം കുറച്ചുകൂടി നന്നാവുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ആ ഒരു ടൈമിൽ തിരക്കിട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് നിർത്താൻ പറ്റിയില്ല. 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ 2 പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ബ്ലോണ്ട് പ്ലസ് ഡെവലപ്പർ ഇങ്ങനെ അപ്ലൈ ചെയ്യായിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം കഴുകണം. വീണ്ടും നമ്മൾ കളർ പ്ലസ് ഡെവലപ്പർ ഇട്ടിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് കഴുകണം. മൊത്തം 2നും ആയിട്ട് ഈച്ച് 30 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് അത്രയും ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏകദേശം ഒരു കൈൻഡ് ഓഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴുകിക്കളയാം, അങ്ങനെ ആയിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നമ്മൾ തേച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നെക്സ്റ്റ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ഡെവലപ്പറിൻ്റെ കൂടെ ആ ഒരു ക്യാപ്പിച്ചിനോ ബ്രൗണിൻ്റെ കളറൻ ക്രീമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നന്നായിട്ട് അമ്മ ഇത് ഞെക്കി പിഴിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതായിട്ട് കുറഞ്ഞിട്ട് മോളുടെ മുടിയിൽ കളർ പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് അത് ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഗ്രേപ്പ് കളർ കൈൻഡ് ഓഫ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു.
ഇരിക്കും തോറും ആ ഒരു ഗ്രേപ്പ് കളർ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അലുമിനിയം ഫോയിൽ ഇല്ലാത്തതുകൊണ്ടും അതൊരു ടൈം ഇല്ലാത്തതുകൊണ്ടും ഇത് ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനിയൊരു കാര്യം, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് അടുത്ത വ്ലോഗായിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.